ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വലയിട്ടിട്ടുണ്ട്. നമ്മളെ വല എടുക്കാൻ വന്നതാണ്. നമുക്കൊന്ന് വല എടുത്ത് നോക്കാം, എന്തൊക്കെ മീനുണ്ടെന്ന് നോക്കാം. ഉണക്കുണ്ട്. നമുക്ക് ഫസ്റ്റില് കിട്ടുന്നത് ഒരു കരിമീനാണ്. പൂരി എടുക്കാം. ഞാൻ അത് ബുദ്ധിമുട്ടാണ്, കണ്ണിക്കിടയിൽ കൂടെ കീറിപ്പോയി. വീണ്ടും വലിയ കരിമീനല്ല. അടിപൊളി ഒരു കുറുവായ. ഇവിടെ നമ്മളൊരു കല്ല് കെട്ടിയിട്ടുണ്ട്, അത് അയച്ചെടുക്കും. വല പൊങ്ങി, ഇവിടെ ഇറമ്പി വല പൊങ്ങി കിടക്കുന്നതിനാണ് കല്ല് കെട്ടിയിട്ടിരുന്നത്. ചൂളിയ ചത്തുപോയി. കുഞ്ഞു മീൻ കയറി കിടക്കിയിട്ടുണ്ട്. നമ്മുടെ വല വലിച്ച് തീരുകയാണ്, കരയറമ്പിലായി. ഇതേ നമുക്ക് 2 കരിമീനും ഒരു ചൂളിയും ഒരു കുറുവായുമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വല പോയി വലിക്കാം. അടുത്ത വല എടുക്കുകയാണ്. ഇത് 6 അക്കരയ്ക്കാണ്. ഇത് ഫസ്റ്റിലെ ഒരു വാലക്കൊടിയും പറ്റിലാണ്. വേണ്ട, ഒരു ചില്ലാനാണ് അവിടെ ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് എടുക്കാം. ഇത് മുഴുത്ത ചില്ലാനാണ്. ഇതിൻ്റെ 2 സൈഡിലും കൊമ്പ് പിടിക്കണം. ചെറിയ ഏട്ടക്കുരിയുടെ സൈസ്. ഒരു കുറുവ കിടക്കുന്നുണ്ട്, ജീവനുണ്ട്. ഒരു കുറുവായുടെ ഉണ്ട്. വീണ്ടും ഒരു കുറുവായുടെ. ഒരു മീൻ കിടക്കുന്നുണ്ട്, കണ്ടോ? ഉണ്ടോ വരുന്നു, ഉണ്ടോ? വലയിലെ പോള കയറി കിടപ്പുണ്ട്. അതെന്നാ ചെയ്യുമെന്ന് ആലോചിക്കുന്നു.
കിട്ടുന്നുണ്ടോ? ആ, കക്കാകത്തി എന്ന് നമ്മുടെ വരുന്ന അപൂർവ ഇനത്തിലുള്ള കിളിയാണത്. ആ, ഇത് സ്ഥിരം നമ്മുടെ ഇവിടെ നിൽക്കുന്നത്, അങ്ങനെ പേടിയുള്ള പക്ഷിയല്ലത്. മനുഷ്യനായിട്ട് ഇണങ്ങുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ വല വലിച്ചു കഴിഞ്ഞ് ഇതിലെ മീൻ എടുത്തിട്ട് നമുക്ക് അടുത്ത വല വലിക്കും. നമ്മൾ ഇപ്പം വരെ വലിച്ചിരിക്കുന്ന വല നമ്മളത് നമ്മുടെ വീട്ടിൽ കടവിലോട്ട് വെക്കുക. ഇനിയിപ്പം നമുക്ക് വല വലിക്കാനുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഇറക്കി വെച്ചിട്ട് ഇപ്പം സാധനം 2 വല നമ്മൾ ഇറക്കി വെച്ചിട്ട് അടുത്ത വല നമുക്ക് വലിക്കാൻ പറ്റും. നമ്മൾ അടുത്ത വല ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇതിട്ടൊന്ന് അഴിച്ച് എടുത്ത് നോക്കാം. ഈ കാടിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ആ മക്കരയ്ക്ക് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇതിലൊരു നല്ല കുറുവായാണ്. ഒരു ഉടക്കുണ്ടായിരുന്നു, ആ ഉടക്ക് വിട്ടുപോയി. മുഴുത്ത കുറുവ. വീണ്ടും ഒരു നല്ല കുറുവ വലയും കൊണ്ട് ഉടക്കിയിരിക്കുക. നമ്മൾ കല്ലിട്ടിട്ടുണ്ടായിരുന്നില്ല, കല്ലായിരുന്നു. അടിപൊളി കുറുവ, പക്ഷേ ഉടക്കമുണ്ട്. ഉടക്കൊന്ന് എടുത്ത് കളയട്ടെ. വീണ്ടും ഉണ്ട് കല്ലടാമുട്ടിയ. ഇപ്പം നമ്മൾ ആറ്റിൽ നിന്ന് ഈ കല്ലടാമുട്ടി കിട്ടുന്നത് അപൂർവമാണ്. വല വലിച്ച് തീരുകയാണ്, തീർന്നു. ഇനി നമുക്കൊരു വലയുടെ വലിക്കാനുണ്ട്. അപ്പോൾ ഇതിലെ മീൻ എടുത്തിട്ട് ആ വലയുടെ വലിക്കാം. നമ്മുടെ ലാസ്റ്റ് വലയാണ്. നമ്മുടെ ബോട്ട് വരുന്നുണ്ട്. വീണ്ടും ഒരു കുറുവ. ചില്ലാനോ ഇപ്പം ഇതെടുക്ക് ബോട്ട് ഇനി വരുന്നുണ്ട്. അതിന് മുമ്പേ നമുക്ക് വല വലിച്ച് എടുക്കണം. അപ്പോൾ അതൊരു ചില്ലാനാണ് ഉടക്കിയിരിക്കുന്നത്, നമ്മൾ എടുത്തിട്ടില്ല. നമ്മുടെ ഈ ബോട്ട് വരുന്നതുകൊണ്ട് നമ്മൾ സ്പീഡ് വല വലിച്ചിഞ്ഞെടുക്കുകയായിരുന്നു. എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ബോട്ട് വരുന്നതാണ്. നല്ല ഫുൾ സ്പീഡിലാണ് വരുന്നത്. അവർക്കറിയാം സ്ഥിരം ജോലിക്കാരാണ് അതേ വരുന്നത്. നല്ല ഓളവും. വലയുടെ ഈ വലയും വലിച്ചു കഴിഞ്ഞ് വലയുടെ അറ്റത്തൊരു മടല് ഓല കയറി ഉടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലിട്ട് നിന്ന് മീനൊക്കെ എടുത്തിട്ട് നമുക്ക് എന്തുമാത്രം മീൻ കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വലയൊക്കെ മൊത്തം വലിച്ച് വീട്ടിൽ കടയിൽ വന്ന് വലയിലെ മീനും ഒക്കെ എടുത്ത് ഇന്ന് നമുക്ക് ഇത്ര മീനാണ് കിട്ടിയിരിക്കുന്നത്. ഈ സമയത്ത് ഇത്ര മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കാര്യമാണ്. തിരക്കടില്ലാത്ത രീതിയിൽ ഈ സമയത്തുള്ള ഇത്ര മീൻ. കരിമീനുണ്ട്, കുറുവയാണ് കൂടുതൽ. ഒരു തൂളിയേ ഉള്ളൂ. ചത്തുപോയി. മറ്റുള്ള എല്ലാം നല്ല ഫ്രഷ് മീൻ, ജീവനോടെ തന്നെ കിടക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു നല്ല കാഴ്ചയായിട്ട് വീണ്ടും വരാം.